കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പാലക്കാട് താലൂക്ക് കൺവെൻഷനും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. കുന്നത്തൂർമേട് NSS ഹാളിൽ രമേശ് പിഷാരടി MLA ഉദ്ഘാടനം നിർവഹിച്ചു. 1947 വരെ അത് നീണ്ടു നിന്നു. അപ്പോൾ 800കളുടെ പകുതിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങുമ്പോൾ ജനിച്ച ഒരാൾ അയാളുടെ ആയുസ് മുഴുവൻ സ്വാതന്ത്ര്യം കിട്ടുന്നത് കാണാതെ ഈ പോരാട്ടങ്ങൾ കണ്ട് മരിച്ചതാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ തുഴയുന്നതിനും നമ്മൾ മുന്നിലേക്ക് നീങ്ങുന്നതിനും എല്ലാം എവിടെയോ ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഇന്നത് ചെന്നാൽ ഇന്നത് കിട്ടും. ഓണത്തിനൊക്കെ വാഴകയറ്റം മത്സരമൊക്കെ വയ്ക്കും, മുകളിൽ ഒരു പണക്കിഴി കെട്ടി വെക്കും നമ്മൾ കയറാൻ. അപ്പം ഒരു ലക്ഷ്യം കൃത്യമായി ഉണ്ടാകും, അതിനുള്ള വഴി കാണും. ഏകദേശം ഒരു കാലം മനസ്സിലാക്കിയൊക്കെയാണ് പലരും യാത്ര പുറപ്പെടുന്നത്. സ്വാതന്ത്ര്യ സമരം അങ്ങനെ ആയിരുന്നില്ല. ഇതിന്റെ ലക്ഷ്യത്തിലെത്തുമോ, ഇതെന്തെങ്കിലും കിട്ടുമോ എന്നറിയാതെ പോലും നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷ കൈവിടാതെ ഒരു വലിയ കാലഘട്ടം മുഴുവൻ നടന്നു. മറ്റൊരു വലിയ പ്രത്യേകത, അന്നത്തെ ഇന്ത്യയുടെ ജനസംഖ്യ ഏകദേശം 38 കോടി മുതൽ 40 കോടി ആളുകൾ വരെയാണ്. 40-47 ഇന്ത്യൻ ജനസംഖ്യ. 200 വർഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിച്ചത്. ഈ 200 വർഷം കൊണ്ട് കഷ്ടിച്ച് 1 ലക്ഷം ബ്രിട്ടീഷുകാർ മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. 1 ലക്ഷം പേര്. അവരാണ് ഈ 40 കോടിയെ അടക്കി ഭരിച്ചത്. ഇപ്പോഴും ഭരിക്കുന്ന ആളുകളുടെ എണ്ണവും ജനങ്ങളുടെ എണ്ണവും തമ്മിൽ പ്രൊപ്പോർഷൻ നോക്കിയ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ അതിനൊരു സിസ്റ്റം ഉണ്ട്. അത് ജനാധിപത്യ രീതിയിലുള്ള ഭരണമാണ്. ഞാൻ അടക്കി ഭരിക്കുക എന്ന, അടക്കി ഇരുത്തുക എന്ന് പറയുന്നത് അടക്കി ഭരിക്കുക എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. കൺവെൻഷനിൽ താലൂക്ക് പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിജയ് ഹൃദയരാജ് സ്വാഗതം പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണകുമാർ വിരമിച്ചവരെ ആദരിച്ചു. TS വരുൺ, മുഹമ്മദ് മുസ്തഫ, K മണികണ്ഠൻ, P മോഹനൻ, S കേശവദാസ്, B ശ്രുതകുമാർ, PD മോളി, മിനി തുടങ്ങിയവർ പ്രസംഗിച്ചു. UTV ന്യൂസ് പാലക്കാട്.